ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണ്. അപ്പം ഞാൻ കന്യാകുമാരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. തമിഴ്നാട്ടിൽ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ബസ്സിന്. അപ്പം ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. നല്ല ആനുകൂല്യങ്ങളൊക്കെയാണ് തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യുന്നത്. കേരളവും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സീറോ ബാലൻസ് ഒരു ടിക്കറ്റാണ് തരുന്നത് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ ഞാനും എൻ്റെ അമ്മയും കന്യാകുമാരി എത്തി. അവിടെ മുടിഞ്ഞ കാറ്റാണ്, വെയിലൊന്നുമില്ല. കാറ്റെന്ന് വെച്ചാൽ എൻ്റെ പൊന്നോ എന്നെ എടുത്തുകൊണ്ടുള്ള കാറ്റുണ്ട്. നല്ല കാറ്റും നല്ല തിരയുണ്ട്, നല്ല വൈബാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ തമിഴ്നാട്ടിൽ പറ്റി പറയാനുള്ളത്, ബസ്സിന് പൈസ ഇല്ലെങ്കിൽ അമ്പലത്തിൽ കയറാൻ പൈസയുണ്ട്. ഇവിടുത്തെ അമ്പലത്തിൽ കയറണമെങ്കിൽ ഒരാൾക്ക് 20 രൂപ കൊടുക്കണം. അത് കുറച്ച് ടൂ മച്ച് ആയിട്ട് തോന്നി. കുഴപ്പമില്ല, ബസ്സിനെങ്കിലും പൈസ ഇല്ലല്ലോ, എനിക്കത് മതി. പിന്നെ തൊപ്പിയൊക്കെ വെച്ച് പിന്നെ പട്ടി ഷോപ്പ്, പിന്നെ തിര കാത്ത് നിൽപ്പാണ്. കുറേ നേരം നിന്ന് അങ്ങനെ ഫൈനലി ഞാൻ എത്തിയപ്പോൾ തിര വരാതിരുന്നു. ഞാൻ ഇവളെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു തിര വന്നു കേട്ടോ. ഞാനും കടലും തമ്മിൽ അത്ര മേച്ചാവുന്നില്ല, ഇവിടുത്തെ കടലുമായിട്ട് തിരയൊന്നും വരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഒരു മാങ്ങ വാച്ച് കഴിച്ചു. കേരളത്തിലെ സെയിം മാങ്ങ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പിന്നെ കരിക്കും കുടിച്ചു. എവിടെ പോയില്ല എനിക്ക് കരിക്കും വെള്ളം മസ്റ്റാണ്. എൻ്റെ എനർജി ഡ്രിങ്കാണ്. എനിക്കിത് കഴിക്കുമ്പോൾ ഭയങ്കര ശക്തിയൊക്കെ വരുന്നതായിട്ട് തോന്നും. പിന്നെ കണ്ണുമുട്ടായി വാച്ച് കഴിച്ചോടോ, പൊളിയാണ്. പിന്നെ തമിഴ്നാട്ടിൽ പറ്റി ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമുണ്ട്. ഈ തോരനേക്ക് ഒരു പൊരിയൽ എന്നാണ് പറയുന്നത്. പിന്നെ അരി, നമ്മളെ റൈസയിലെ പൊന്നി അരിയാണ്. പപ്പടമൊക്കെ നല്ല വലുതാണ്. ടേസ്റ്റ് നോക്കുമ്പോൾ എനിക്കെന്തോ അത്ര തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളത്തെ കേരളത്തിലെ ഫുഡ് കഴിച്ച് ജനിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കും. തമിഴ്നാട്ടിലെ ഫുഡ് കുഴപ്പമില്ല. പിന്നെ മീൻകറിയൊക്കെ പച്ചവെള്ളമാണ് ഈ കുറ്റം പറയുന്നല്ലേ. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയണം. പിന്നെ പരിപ്പ് കറി അതും അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല, കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.